നമ്മുടെ ബിനോയ് വിശ്വത്തിൻ്റെയും CPIയുടെയും പരാതി മന്ത്രിസഭയോ മന്ത്രിമാരോ അറിയാതെ, ഇടതുമുന്നണി അറിയാതെ രഹസ്യമായിട്ട് ഈ കരാർ ഒപ്പുവെച്ചു എന്നുള്ളതാണല്ലോ. അതിൻ്റെ പേരിൽ മാത്രം സങ്കടപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിനേക്കാൾ വലിയ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ CPM-ഉം ഇടതുപക്ഷ പാർട്ടികളും VS അച്യുതാനന്ദനുമൊക്കെ ലോക ബാങ്കിന്റെയും ADB-യുടെയും വായ്പകൾക്കെതിരായിട്ട് ലോകമഹായുദ്ധങ്ങൾ നയിച്ച ആളുകളാ. ഒരു കാരണവശാൽ ADB-യെയോ ലോകബാങ്കിനെയോ കേരളത്തിലേക്ക് കാലെടുത്ത് കുത്താൻ സമ്മതിക്കില്ല എന്നാണ് VS അച്യുതാനന്ദനും മറ്റും പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് തോമസ് ഐസക്കും, ധനമന്ത്രി തോമസ് ഐസക്കും പാലോളി മുഹമ്മദ് കുട്ടിയും ചേർന്ന് നഗരവികസനത്തിന് ADB-യിൽ നിന്ന് വായ്പ എടുത്തു. അതിന്റെ കരാറിൽ ഒപ്പുവെച്ചു. 3 മാസം കഴിഞ്ഞ് അതിന്റെ അംഗീകാരത്തിന് വേണ്ടി ഈ കരാർ മന്ത്രിസഭയുടെ മുമ്പിൽ എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി സാക്ഷാൽ VS അച്യുതാനന്ദൻ ഈ വിവരം അറിയുന്നത്. ADB-യുമായിട്ട് കേരള സംസ്ഥാന സർക്കാർ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു എന്ന കാര്യം അന്ന് VS മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറഞ്ഞു. ഞാനോ മന്ത്രിസഭയോ മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ അറിയാതെയാണ് ഈ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. തോമസ് ഐസക്കും പാലോളി മുഹമ്മദ് കുട്ടിയും ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന്. അതൊരു വലിയ കലാപമായിട്ട് വളർന്നു. CPI ഒക്കെ അതിൽ പങ്കുചേർന്നു. ആരും അറിയാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ തോമസ് ഐസക്കും പാലോളി മുഹമ്മദ് കുട്ടിയും അനങ്ങിയില്ല. അവർ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അവരിരുന്നു. കാരണം അവരുടെ പിന്നിൽ പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ആ കരാറിൽ ഒപ്പുവെച്ചത്, മുഖ്യമന്ത്രി അറിയാതെ.